ദിലീപേട്ടനെ എന്തുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. ആളുകളൊന്ന് കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ തട്ടിമാറ്റി പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദിലീപേട്ടനെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് ഞാനൊരു പ്രവചനം കൂടി നടത്തുകയാണ്. ഈ സിനിമ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ണിയാണോ എന്ന്? ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി. സാറിന് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. தமிழ்லயே பேசுறேன், ஏன்னா பக்கத்துல தான் நம்ம ஊரு, நம்மலாம் பிரதர் சிஸ்டர்ஸ். மேடம் சொன்னாங்க எல்லா படத்துலயும் நீங்க கெட்டவங்களாவே நடிக்கிறீங்களே. ஐ ஹேவ் a theory for that. சக்க வெளியில முள்ளு முள்ளா இருக்கும், ஆனா உள்ள ரொம்ப ஸ்வீட். நாங்களாம் அந்த மாதிரி. സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് ഇരട്ട പേര് വീഴും. സാർ உங்களுக்கு 2 பேர் கிடைக்கும், அதான் சொல்லி. ஆமா, ரொம்ப ஹாப்பி. எல்லா ஃபீலும் எல்லா இமோஷனும் வந்து ஜாஸ்தி இருக்கிற ஊர் வந்து சவுத் இந்தியா, ஆந்திரா, கர்நாடகா, தமிழ்நாடு, கேரளா. கேரளால வந்து ஜாஸ்தி இமோஷன். சாப்பிட்ற சாப்பாடுல கூட காம்பினேஷன்லாம் பார்த்தீங்கன்னா சூப்பராக இருக்கும். கப்பா ஃபிஷ் கறி, இமோஷன், டேஸ்ட். அடுத்தது பரோட்டா பீஃப் ரோஸ்ட், அப்புறம் பயறு புட்டு. இந்த பாட்டுக்காகவே நீங்க பார்க்கணும். ഓക്കേ. കാക്കേ കാക്കേ കൂട്ടവെടി കൂട്ടിനകത്തെ കുഞ്ഞുണ്ടു. ഇനിമേ நீங்க வில்லன் கிடையாது சார், ஹீரோ. நீங்க ஹீரோ சார். நாங்கெல்லாம் எப்படின்னா கெட்டதெல்லாம் வெளியே காட்டு, நல்லதை உள்ள வச்சு. எல்லா லாங்குவேஜ்ல இருக்கிற எல்லா சூப்பர் ஸ்டார்ஸ் கூடவும் ஒர்க் பண்ணியிருக்கேன். எல்லாருக்கிட்டையும் அடி வாங்கின ஒரு பிராப்தம் எனக்கு கிடைச்சிருக்கு. சார் மாளிகைப்புறம் பார்த்துருக்கு, நல்லா நடிச்சிருக்கு அப்படின்னா அப்பவே எனக்கு வந்து இருக்கிற பயம்லாம் போயிடுச்சு. തങ്കമണിയുടെ ഭർത്താവാണ് കോട്ടയം രമേശേട്ടൻ പറഞ്ഞതുപോലെ. സ്റ്റണ്ട് ചെയ്യുന്ന നീതയെ കണ്ടിട്ടുണ്ട്, പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. ഹാഫ് സാരി ഇവിടുത്തെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഞാനും അതേട്ടാ. തിയേറ്ററിൽ തന്നെ വരിക. ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല. ഇത്രയും കൈയടി പോരാ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ്. നടന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ്. ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഞാൻ പാടുന്ന പാട്ടുകൾ എനിക്കറിയാം. എനിക്കും എന്റെ തോന്നിവാസത്തിന് പാടുന്ന ഒരാളാണ്. എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ. നമ്മളേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയത് കാക്കേ കാക്കേ കൂടെ ഇവിടെ, അത് പുള്ളി പാടുകയും ചെയ്തു. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. തങ്കമണി പാട്ടിന്റെ റിലീസാ മാർച്ച് 7. എല്ലാവരും തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ തങ്കമണി എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മള് ദിലീപേട്ടനെ നേരിട്ട് കാണാൻ കിട്ടിയ ഒരു സാഹചര്യം എല്ലാവരും അങ്ങ് മുതലെടുക്കുകയാണ് കേട്ടോ. പക്ഷേ അതിലൊന്നും പറയാനില്ല. ബിക്കോസ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നായകനാണ്, താരമാണ്. സോ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ. സാറിന് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. സോ തങ്കമണിയിൽ എങ്ങനെയാണ്? அப்படியே பயப்படுத்துறீங்க. சார்னா பாக்கும்போது ரொம்ப பயம். ஆனா இவங்க வந்து நெகட்டிவ் ஷேடே பண்றேன், കണ്ടിന്യൂസ് வந்து നെഗറ്റീവ് ഷേഡ് பண்றேன். എന്റെ തമിഴ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. അതുകൊണ്ട് ശരിയല്ല പറഞ്ഞോ. Good evening everyone. I'm very happy to be here in Trivandrum. தமிழ்லயே பேசுறேன், ஏன்னா பக்கத்துல தான் நம்ம ஊரு. அப்படியே தாண்டா கலியாகவுல. ஸோ நம்மலாம் பிரதர் சிஸ்டர்ஸ். Absolutely. மேடம் சொன்னாங்க எல்லா படத்துலயும் நீங்க கெட்டவங்களாவே நடிக்கிறீங்களே. ஐ ஹேவ் a theory for that. Okay, please. இந்த பலாப்பழம் இருக்குல்ல, பலாப்பழம் சக்கை. சக்கை வெளியில முள்ளு முள்ளா இருக்கும், ஆனா உள்ள ரொம்ப ஸ்வீட். நாங்களாம் அந்த மாதிரி. ஜான் சார் மாதிரி ரொம்ப ஸ்வீட்டான மனுஷன் தான். ரைட்? தங்கமணி மூவி பத்தி எக்ஸ்பீரியன்ஸ். Thank you very much and I have a few things to say. அதாவது
கேரளா அப்படின்னா அதுக்கு வந்து டிஃப்ரெண்ட் கைண்ட்ஸ் ஆஃப் எமோஷன்ஸ் இருக்கு. இஃப் யூ கோ டு கண்ணூர் அப்படின்னா நானட, இன்னொரு இடத்துக்கு வந்தா நாடையோட, அப்புறம் கொஞ்சம் தவிர மச்சானே நான் தான் அப்படின்னு ஒரு ஃபீலிங்ஸ். எல்லா ஃபீலும் எல்லா இமோஷனும் வந்து ஜாஸ்தி இருக்கிற ஊர் வந்து சவுத் இந்தியா, ஆந்திரா, கர்நாடகா, தமிழ்நாடு, கேரளா. கேரளாவில் வந்து ஜாஸ்தி இமோஷன் ஃபீலிங் அப்படின்றது வந்து நாட் ஓன்லி இந்த ஹியூமன் ஃபார்ம், சாப்பிட்ற சாப்பாடில் கூட காம்பினேஷன்லாம் பார்த்தீங்கன்னா சூப்பராக இருக்கும். கப்பா ஃபிஷ் கறி, அம்மா பிரமாதமான ஃபுட் ரைட். இமோஷன் டேஸ்ட். அடுத்தது பரோட்டா பீஃப் ரோஸ்ட், அப்புறம் பயறு புட்டு, எல்லாத்துலேயுமே ஃபீலிங். ஸோ இந்த மாதிரி ஃபீலிங் இமோஷன் இருக்கிற ஒரு ஊர்ல ரொம்ப நாளா எல்லாரும் ஆசையா வெயிட் பண்ணிட்டு இருக்க ஒரு படம் தான் தங்கமணி. தங்கமான படம். ஏன்னா இந்த படத்தை ரித்தீஷ் டைரக்டர் என்ன பண்ணியிருக்காரு அப்படின்னா எல்லா இமோஷனையும் புழிஞ்சு அதில் வச்சிருக்காரு. அதில் எங்க அண்ணன் திலீப் பேட்டர் சும்மா விடுவார, அது அப்படியே எல்லாருக்கும் அப்படியே முகத்திலேயே காட்டியிருக்காரு. கூட வேற அவங்களுக்கு ஜோடியா நீட்டா. இந்த படத்துல வந்து ஏன் சார் நீங்க அந்த ஒரு கதையை எடுத்து படம் பண்ணிருக்கீங்க அப்படின்னு யாரும் கேட்க கூடாது. இன்னைக்கு the world is missing out on emotions and relationship. இத பார்த்துட்டு எல்லாருமே இந்த கையில வச்சு தட்டி தட்டி பாக்குறீங்க தெரியுமா, உயிரே இல்லாத ஒரு போன். அதை விட்டுட்டு பக்கத்துல இருக்கவங்க ஃப்ரெண்ட்ஸ், அப்பா அம்மா, சித்தப்பா சித்தி, இவங்க கூட இருக்கிற ரிலேஷன்ஷிப்பை என்ஜாய் பண்ணணும். அதுக்கு இந்த படம் பார்க்கணும். ஸோ இந்த ஸ்டோரி அங்கிருந்து எடுத்துட்டு வந்திருக்காங்க. கதை தான் அது. அதுல வந்து எல்லாருமே கேரக்டரா இருக்காங்க இல்லையா, யாருமே நடிகை, எல்லாரும் they have been themselves. All actors are very emotional and directors brought out a beautiful emotion in this film. எல்லாரும் போய் பாருங்க. சூப்பர் குட் படம் பார்க்கணும்னா சூப்பர் குட் ஃபிலிம்ஸ் படம் எடுத்துருக்குது. அதுவும் தங்கமணி நீங்க எல்லாம் போய் பார்த்தீங்கன்னா இந்த படம் தங்கமணியான படம். And for everyone we want everybody to clap for us. அதாவது எங்களுடைய பெர்ஃபார்மன்ஸ், என்னோட டைரக்டர், எங்க அண்ணனுடைய பெர்ஃபார்மன்ஸ்லாம் பார்த்துட்டு நீங்க கை தட்டினீங்கன்னா எங்களுக்கு ரொம்ப சந்தோஷமா இருக்கும். எங்க அம்மா எங்க எல்லாருக்கும் முத்தமா இருக்கும். Thank you very much Ravindra for giving me this opportunity. Thank you so much, sir. Actually, sir, one more request is there from the audience side. We are very sure you have been watching many of the Malayalam films, right? So, can you please tell us any of the Malayalam dialogue for the people here in Trivandrum? Any dialogue, any actor, Laladan, Mamuka, Dilip Edin, any actor, one movie dialogue, sir, please. See, நான் வந்து I can't match anybody's lines and all that as character, but நான் வந்து இந்த படத்துல ஒரு பாட்டு பாடிருக்கேன். Oh, போதுமே, அதுதான் பாடணும். இந்த பாட்டுக்காகவே நீங்க பார்க்கணும். Okay. കാക്കേ കാക്കേ കൂട്ടവണി കൂട്ടനകത്തെ കുഞ്ഞുണ്ടു കുഞ്ഞണകയിൽ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചു. Thank you very much. എനിക്ക് കുറച്ച് മലയാളം. Thank you so much, sir. Thank you so much. Please, sir, please. Thank you very much. Thank you sir. இனிமே நீங்க வில்லன் கிடையாது சார், ஹீரோ. நீங்க ஹீரோ சார், ஜான் விஜய் சார். இன்னொரு ஒன்று சொல்றேன். Oh, please. நோ ஆஃபென்ஸ் டு த ஹீரோஸ், பட் எல்லா ஹியூமன்ஸ்க்கும் வந்து நல்லது கெட்டது இருக்கும். Yeah. ஸோ எல்லாரும் என்ன பண்ணுவாங்க, நல்லதெல்லாம் வெளியே காட்டிட்டு கெட்டதெல்லாம் உள்ள வச்சுக்குவாங்க. நாங்கெல்லாம் எப்படின்னா கெட்டதெல்லாம் வெளியே காட்டி நல்லதை உள்ள வச்சு. ஸோ we are actually very nice people. Thank you very much. Thank you sir. Thank you. Thank you so much, sir. Thank you so much. എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി. 1986 നടന്ന ഒരു സിനിമ. ആ കുറേ ട്രൂ ഇവൻസും ഫിക്ഷനും കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ അവരിൽ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത്.
അങ്ങനെ പറഞ്ഞാൽ അത് ഇരട്ടപ്പേര് വീഴും. സാർ உங்களுக்கு 2 பேர் கிடைக்கும், அதான் சொல்லி ஒரு ஆமா ரொம்ப ஹாப்பி சார். உட்காருங்க சார். സമ്പത്ത് റാം സാർ, അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്മിനു, രമ്യ, നെയ്ത്ത, രമേശ് ഏട്ടൻ, ഇനി വരാത്ത മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങിയ ഒരുപാട് പേര്. അങ്ങനെ ഒരു നീണ്ട നേരെ വേറെ ഉണ്ട്. മറ്റൊരു നായിക പ്രണീത, വേറൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അജ്മൽ, അതുപോലെ സന്തോഷ്, ആസീസ്, സുദേവ്, അങ്ങനെ കുറേ പേരുണ്ട് ഈ സിനിമയിൽ. ഇന്ന് ഇമോഷനെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് അങ്കമണിയിലേക്ക് ചെല്ലുന്നത്. നിങ്ങൾ 1986 പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക. ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും. നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ്, നിങ്ങളാണ് ഈ സിനിമ വിലയിരുത്തേണ്ടത്. നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ 10-29 വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ 2 കൈ കൂട്ടിയടിച്ചപ്പെട്ടായി വരുന്നൊരു കയ്യടി ഉണ്ടല്ലോ, ആ കയ്യടി കൊണ്ടാണ് എനിക്ക് 148ാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത്. ഇത്രയും കയ്യടി പോരാ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ്. താങ്ക് യു. കാരണം എന്താ വെച്ചാൽ ഈ കയ്യടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. പക്ഷെ ഈ കയ്യടി നൽകുന്ന ഒരു ഊർജ്ജമുണ്ട് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കയ്യടി ഇവിടുന്ന് തരണം. താങ്ക് യു. ഈ ആവേശം, ഈ സ്നേഹം, കാരണം ഒരുപാട് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ്. ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും കൈ പിടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത്. വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ, അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സൂപ്പർവുഡ് ഫിലിംസ്, ഇഫാർ മീഡിയ ചേർന്നൊരുക്കുന്ന ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡ്രീം ബിഗ് ആണ്. ഡ്രീം ബിഗ് എന്നുള്ള കമ്പനി ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. അത് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. നിങ്ങൾ കണ്ട ജയിലർ, ലിയോ, മഞ്ഞമ്മൽ ബോയ്സ്, ഒരുപാട് പടങ്ങൾ, പാപ്പൻ, എനിക്ക് തോന്നുന്നു പാപ്പൻ തുടങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് വന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ട്രൂ ഈവൻസിന് നല്ല എന്താ പറയുക, നടന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ്. ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ്. അതുപോലെ 2018 അതർ ലാംഗ്വേജ് ആണെങ്കിൽ 12th ഫെയിൽ തുടങ്ങിയ സിനിമകൾ, അതുപോലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചാണ്. ആ പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സ്നേഹവും എന്താ പറയുക, പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ തിയേറ്ററിൽ തന്നെ ഉണ്ടാവണം. March 7 മറക്കരുത്. മൂവിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് വന്ന് ഓരോ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് പോയി. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ദിലീപേട്ടന് ചെറിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും. ഇല്ല, പിരിയോ? നമ്മൾ പിരിയില്ലല്ലോ, നമ്മള് ഒറ്റയ്ക്ക് കൂടെ നിൽക്കും, നമ്മള് ക്ലാപ്പ് ചെയ്യും. ഞാൻ പാടുന്ന പാട്ടുകൾ നിനക്കറിയാം. എനിക്കും എന്റെ തോന്നിവാസത്തിന് പാടുന്ന ഒരാളാണ്. എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ. നമ്മളേ ഉള്ളൂ. സാറേ സാറേ സാമ്പാറേ. മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ, ഞാൻ അവർക്ക് വെറുതെ ടെൻഷൻ ആക്കണ്ട എന്ന പാട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ്. എന്നെ വെറുതെ വിടണം. ഞാൻ പാട്ടുകാരനല്ല, അറിയാലോ, ഞാൻ മിമിക്രിക്ക് ചെയ്തു വന്നു. നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. നമ്മളെല്ലാരും ഒരുപാടധികം മിസ് ചെയ്യുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് ഇന്നസെന്റ് സർ, അല്ലേ? ഇന്നസെന്റ് സാറിനെ ഏറ്റവും കൂടുതൽ വേദിയിൽ ആക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ദിലീപേട്ടനാണ് മിമിക്രിയിലൂടെ. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപേട്ടന്റെ വോയിസിൽ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പാട്ട്
എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയത് കാക്കേ കാക്കേ കൂടെ ഇവിടെ, അത് പുള്ളി പാടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പാട്ടിൽ നിന്ന് ഞാൻ തെറിച്ചു. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. തങ്കമണി പാട്ടിന്റെ റിലീസാ March 7. എല്ലാവരും തിയേറ്ററിൽ നന്നായിട്ടില്ലേ? അടിപൊളി. വലിയൊരു കൈയടിയോടുകൂടി ദിലീപ് ഏട്ടൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയെങ്കിലും പറഞ്ഞ മിമിക്രി കൂടി കാണിച്ചല്ലേ. അപ്പൊ 7-ാം തീയതി പറഞ്ഞോട്ടാ. യെസ്, March 7 നമ്മൾ എല്ലാവരും തിയേറ്ററിൽ എത്തിയിരിക്കും തങ്കമണി കണ്ട് വിജയിപ്പിക്കാനായിട്ട് തന്നെ. എല്ലാവർക്കും നമസ്കാരം. Sir, okay. I thought you were going to ask something and I am going to No, answer. no, But we'll ask. Sir, பல ஹீரோஸ் கிட்ட அடி வாங்கியிருக்கேன். திலீப் அடி எப்படி இருக்கு? ஆக்சுவலாக தமிழ், தெலுங்கு, மலையாளம், கன்னடம், ஹிந்தி, இங்கிலீஷ் இப்படி 6 மொழிகளில் மோர் தென் 225 ஃபிலிம்ஸ் நான் வந்து ஆக்ட் பண்ணியிருக்கேன். Wonderful. எல்லா லாங்குவேஜில் இருக்கிற எல்லா சூப்பர் ஸ்டார்ஸ் கூடவும் ஒர்க் பண்ணியிருக்கேன். எல்லார்கிட்டையும் அடி வாங்கின ஒரு பிராப்தம் எனக்கு கிடைச்சிருக்கு. மலையாளத்தில் தங்கமணி வந்து எனக்கு 9வது படம். இந்த படத்தோட ஓப்பனிங்கே வந்து ஃபைட் சீக்வன்ஸ் தான் எடுத்தாங்க. ஃபர்ஸ்ட் டே நான் வந்து மேக்கப் ரூமில் மேக்கப் போட்டுட்டு இருக்கும்போது டைரக்டர் வந்தார். கூட வந்து நம்ம திலீப் சாரும் வந்தார். என்ன திடீர்னு நம்ம ரூமில் வந்து ஹீரோ வந்திருக்காருன்னு சொல்லிட்டு நான் அப்படியே அப்போ தான் இன்ட்ரடியூஸ் பண்ணாங்க. சார் இவர் தான் இந்த கேட் பண்ண போகிறாரு அப்படின்னு சொல்லிட்டு திலீப் சார் கிட்ட டைரக்ட் இன்ட்ரடியூஸ் பண்ணுறாரு. எனக்கு ரொம்ப ஆச்சரியமாக போச்சு. ஆனால் அது எல்லா ஹீரோஸும் அவங்க ஸ்பாட்டில் இருப்பாங்க, நம்ம தான் அங்கே போய் பார்ப்போம். இவர் வந்திருக்காரு சொல்லி எனக்கு இந்த மாதிரி ஷிவரிங் ஆகிப்போச்சு. நான் பொதுவாக வந்து எந்த ஒரு ஷூட்டிங் ஸ்பாட்டுக்கு போனாலும் எவ்வளோ பெரிய ஹீரோ வந்தாலும் அந்த ஃபர்ஸ்ட் டே வந்து எனக்கு கொஞ்சம் அந்த ஷிவரிங் இருக்கும். எப்படி நடிக்க போகிறோம், சரியாக நடிப்போமா நடிக்க மாட்டோமா அப்படின்னு. இங்கே என்னென்னா தலைக்கீழ ஆகிப்போச்சு. சாரே என்னை பார்க்க வந்த போனா எனக்கு ரொம்ப ரொம்ப ஷாக்கிங்காக இருந்தது. பார்த்த உடனே அவர் சொன்ன வார்த்தை வந்து, சார் மாளிகைபுரம் பார்த்துருக்கு, நல்லா நடிச்சிருக்கு அப்படின்னு. அப்போவே எனக்கு வந்து இருக்கிற பயம்லாம் போயிடுச்சு. சரி, சார் வந்து ரொம்ப கம்ஃபர்ட் ஜோனுக்கு நம்மளை கொண்டு வந்துட்டாருன்னு சொல்லிட்டு அன்னைக்கு ஆரம்பிச்சது ஒரு 4 நாள் ஃபைட் போச்சு. எல்லாருமே வந்து ஜனப்பிரிய நாயகன் திலீப் சார்னு சொல்றாங்க. நான் என்ன சொல்றேன்னா, அவர் ஜனங்களுக்கு மட்டும் பிரியமானவர் இல்லை, கூட நடிக்கிற சக நடிகர்களுக்கும் பிரியமானவர். ஏன்னா he kept us very comfortable actually. See, அவர் இவ்வளோ பெரிய ஹீரோ அப்படிங்கிற ஒரு சிந்தனை கூட இல்லை மனசுல. கூட எனக்கு நான் ஃபைட் பண்ணும்போது எனக்கு ஏதாவது ஆச்சுன்னா டக்குன்னு அப்படி he was caring actually. He was so caring. எல்லாருமே வந்து நான் மட்டும் இல்லை, ஜான் விஜயனை கூட நடிக்கிற எல்லா நடிகர்களும் அதை தான் சொல்லுவாங்க நான் நம்புறேன். ஏன்னா அந்த அளவுக்கு வந்து கூட நடிக்கிறவங்கள கம்ஃபர்ட்டாக வச்சிருந்தாரு. அதனால தான் வந்து இந்த படத்தில் அவ்வளோ சூப்பராக என்னாலையும் பர்ஃபார்மன்ஸ் பண்ண முடியுதுன்னு நினைக்கிறேன். ஏன்னா அந்த ஃபியரே இல்லாமல் போச்சு. ஸோ அது தேங்க்யூ ஸோ மச் சார். தேங்க்யூ ஸோ மச் ஃபார் யுவர் கைண்ட்னஸ் சார். Sir, one more request for you, sir. Actually, John sir வந்து ஒரு benchmark already set பண்ணிட்டேன். So likewise, can you sing a song for us? It could be any language. Other than காக்கே காக்கே கூட அப்படி. காக்கே காக்கே மட்டும் பாடுதாடு பாடுதா. ஓட்டாளே கிறுகிறுக்கோ ஜடதா பாட். இந்த மரகான பாட்ட கேட்டாலே கிறுகிறுக்கா மச்சி. நான் வெத்தல போட்ட சோக்குல ஓடே, வெத்தல போட்ட சோக்குல நான் கப்பனு குத்துன மூக்குல ஆட வந்தது பாரு ரத்தம். இந்த அமரமான சுசுத்தம் ஆறாவது இறக்காம ரெண்டு நின்று சருக்கம் ஓடாப்பட்டு கடி வெட்டு தானுக்கு இந்த அமர சொன்னாது. நீங்க கேட்டு தெரியாது. நான் இது உண்மையிலே நான் எப்படி பண்ண எனக்கே தெரியல. பட் நான் இது வரைக்கும் யாரும் என்ன பாடி கேட்டது கிடையாது. நான் ஏதோ ஒரு ஞாபகத்தில் நீங்க கேட்டோன்னு டக்கு அது ஞாபகம் மட்டும் போதும் சார். ரொம்ப நன்றி சார். Thank you so much sir. Have your seat please sir. Thank you sir. Thank you so much. Yes. ഇനി ഒരുപാടധികം കഥാപാത്രങ്ങളിലൂടെ നമ്മള് മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നാടൻ കഥാപാത്രം ആദ്യം
തോന്നുന്നു അല്ലേ ചെയ്യുന്നത്. ഒരു ശാലീന സൗന്ദര്യത്തോടു അതെ, അതെ. നമ്മുടെ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ് സുനീത. പ്ലീസ്. സ്റ്റണ്ട് ചെയ്യുന്ന നീതയെ കണ്ടിട്ടുണ്ട്, പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. ഹാഫ് സാരി ഇവിടുത്തെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഞാനും ആദ്യമായിട്ട് ഗുഡ് ഈവനിങ് ട്രിവാൻഡ്രം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നത് പാപ്പന് വേണ്ടിയിട്ടാണ്, സുജിത് ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ഓൾ ഹിയർ അഗൈൻ. ഒരു റിക്വസ്റ്റ് ആണ്, നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടും. ഈ സിനിമയിലെ തന്നെ നമ്മളിപ്പോ കണ്ട പാട്ടുണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ അത് ഞാൻ പാടി കൊളാക്കണമോ? ഓക്കെ, ഞാൻ 4 ലൈൻസ്. ഇത് ചിലപ്പോൾ എൻ്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. തെറ്റിയാൽ പ്ലീസ്. നമസ്കാരം. ഗുഡ് ഈവനിങ് തിരുവനന്തപുരം. തങ്കമണി മാർച്ച് 7-ാം തീയതിയാണ് റിലീസാകുന്നത്. ഇതിൻ്റെ ഡയറക്ടർ രതീഷ് എൻ്റെ വളരെ ചെറുതിലുള്ള എൻ്റെ വീടിനടുത്തുള്ള സുഹൃത്താണ്. അപ്പോൾ രതീഷിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഞാനാണ്. രതീഷ് ആദ്യം ചെയ്ത സിനിമ ഉടലാണ്. ഉടൽ എടുക്കുന്നതിന് മുമ്പ് ശരിക്കും ഒരു അസോസിയേറ്റോ അസിസ്റ്റന്റോ ആയി പോലും ഡയറക്ഷൻ മേഖലയിൽ രതീഷ് വർക്ക് ചെയ്തിരുന്നില്ല. പക്ഷെ ഉടൽ കണ്ടാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. രതീഷിന്റെ ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്ന് ഈ വലിയ ഇൻഡസ്ട്രിയിൽ ദിലീപേട്ടനെ പോലെയുള്ള ഒരു ജനപ്രിയ നായകനെ വെച്ചൊരു സിനിമ എടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം രതീഷ് അത്രയേറെ കഷ്ടപ്പാടുകളിൽ, കാരണം എനിക്കൊന്ന് ഉറക്കം പോലും, ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു ഉറക്കമില്ലല്ലോ, അത്ര ഉറക്കം നഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഓടുകയും അലയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം തിയേറ്ററിൽ പോയി കാണില്ലേ? ദിലീപേട്ടനെ എന്തുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും പല താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ആളുകളൊന്ന് കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ തട്ടി മാറ്റി പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സമീപത്തേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദിലീപേട്ടനെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഞാനൊരു പ്രവചനം കൂടി നടത്തുകയാണ്, ഈ സിനിമ വൻ വിജയമായി തീരും. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഇത് കാണണം. നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാ ട്രിവാൻഡ്രത്ത് വരാന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ, ശരിക്കും എന്നെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജിത് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയണു. ഇപ്പൊ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ണിയാണോ എന്ന്? ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അത് മാത്രമല്ല നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന് എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക, തങ്കമണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രം എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണുക. കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പാടില്ല എന്ന് അവിടെ നിന്ന് കാണിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇത്രയും പേര് ഒന്നിച്ച് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്.
ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റേതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ കരുതണം. ആ ഒരു ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ അന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം. ആക്ച്വലി രമ്യ ഒന്ന് സ്റ്റേജിൽ നിൽക്കുക. ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. രമ്യ ഡാൻസ് ചെയ്തേ പറ്റൂ. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? അങ്ങനത്തെ ഒരു രാത്രിയെക്കുറിച്ചാണ് രതീഷ് തിരക്കുന്നന്തൻ തങ്കമണി സിനിമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തുകാരായ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഗുഡ് ഈവനിങ്. നേരത്തെ ഇവിടെ റാഫി മദ്രിക്ക ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു ഞങ്ങളെല്ലാം തിരുവനന്തപുരം സ്വദേശികളാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ തിരുവനന്തപുരത്തുകാരെന്ന നിലയിൽ കൂടി എനിക്ക് പ്രത്യേക സന്തോഷവും ചാരിതാർത്ഥ്യവും. പിന്നെ ഈ തങ്കമണി സിനിമ എന്ന് പറയുന്നത് രതീഷ് ഞങ്ങൾ ഒരുമിച്ച് ചാനലുകളിൽ വർക്ക് ചെയ്തതാണ്. നമ്മളെപ്പോലെ മാധ്യമപ്രവർത്തകരായിരുന്നതാണ്. അപ്പോൾ ആ കാലം മുതൽ രതീഷ് ഒരുപാട് കഥകൾ പറയുന്നു. ഇനിയും അസംഖ്യം കഥകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ് രതീഷ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ട കഥകളിൽ ആദ്യത്തേത് ഒരുപക്ഷെ തങ്കമണിയായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് തങ്കമണിക്ക് വേണ്ടി പാട്ടെഴുതാൻ രതീഷ് ആവശ്യപ്പെട്ടപ്പോൾ വളരെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പാട്ടെഴുതാൻ സാധിച്ചു. പിന്നെ തങ്കമണി എന്ന് പറയുന്ന ആ സംഭവത്തെക്കുറിച്ച് കോളേജിൽ പഠിച്ച കാലത്ത് ഞാനും ഒക്കെ ഒരുപാട് വാർത്തകളിലൂടെ വായിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ പിറന്ന പാട്ടാണ് നമ്മളിപ്പോൾ കേട്ട പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്. ശരിക്കും ഈ സിനിമയ്ക്കൊപ്പം ഈ പാട്ടും ഹിറ്റാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു സർ. വലിയ കൈയടി. ഇത് ഈ പാട്ടിന്റെ ലിറിസിസ്റ്റ് ആണ് അദ്ദേഹം. താങ്ക് യു സോ മച്ച് സർ. ടീസറിൽ സാറിന്റെ മുഖം നമ്മൾ കണ്ടു, ട്രെയിലറിൽ നമ്മൾ കണ്ടു. എന്തോ ഉണ്ട് ഈ ക്യാരക്ടറിന് നമുക്ക് മനസ്സിലായി. തങ്കമണിയെ പറ്റി അത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടേ. എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ 7-ാം തീയതി വന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും കലാസ്നേഹികളായ നിങ്ങളോട് എവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ മുൻപ് തിരുവനന്തപുരത്തുകാരെ ഒക്കെയാണ് എല്ലാവരും പലരും വന്നു പോയതെങ്കിലും ഞാനും ഒരു തിരുവിതാംകൂറുകാരനാണ്. കാരണം കോട്ടയത്താണ് ഞാൻ ജനിച്ചതെങ്കിലും അത് തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലമായി. അപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരൻ തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
എൻ്റെ കലാപരമായ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നതും ഈ തിരുവനന്തപുരത്തെ മണ്ണിലൂടെയാണ്. 1975-76 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനത്ത് കലാനിലയം സ്ഥിരം നാടകവേദിയിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്, കലാരംഗത്തേക്ക് വരുന്നത്. അന്നു മുതൽ കലാരംഗത്ത് ഈ സമയം വരെയും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തുടക്കമാണ് ഇതുവരെ എന്നെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമയിൽ ഒരുപ്പെട്ട എല്ലാ നായക നടന്മാരുടെയും കൂടെ ഞാൻ അഭിനയിച്ചു. ദിലീപിൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമാണ്. ഇതിനു മുൻപ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയിൽ ആണ് അഭിനയിച്ചത്. അതിലൊരു ഭാഗ്യദോഷം സംഭവിച്ചു. എനിക്ക് എൻ്റെ ക്യാരക്ടർ എനിക്ക് പൂർത്തിയായി അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല. അതിനകത്തൊരു 3-4 സീൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ അടുത്ത ഷെഡ്യൂളിലേക്ക് വെച്ചപ്പോൾ ആ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ഇതിലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിന് വളരെയധികം നിരാശയുണ്ട്. അതിൻ്റെ എല്ലാം കേടുതീർന്ന് അതിനെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് ഈ ദിലീപിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഈ തങ്കമണി. അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ മനസ്സ്, അതായത് നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതനുസരിച്ച് കൂടെ നിൽക്കുന്ന നടൻ അതിഗംഭീരമായി ഉയർന്നു പോകും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം. തങ്കമണിയുടെ ഭർത്താവാണ്, കോട്ടയം രമേശേട്ടൻ പറഞ്ഞതുപോലെ. ഞാൻ ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. ജീവിതത്തിലൊരു വലിയ കാലം 10 വർഷത്തോളം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായി ജോലി നോക്കിയ ആളാണ് വിവിധ ചാനലുകളിൽ. അതിനുശേഷമാണ് സിനിമാ മോഹൻ തലയ്ക്ക് പിടിക്കുന്നതും സിനിമ ചെയ്യാനാകുന്നതും. ഉടലെന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടലെന്ന ചെറിയ സിനിമ നൽകിയ വലിയ സൗഭാഗ്യമാണ് തങ്കമണി. ഇപ്പോൾ റിലീസിനൊരുങ്ങുമ്പോൾ രമേശേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ആ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. ഞാൻ 100% കോൺഫിഡൻസിലാണ്. രമേശൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. എങ്കിലും 1-2 പേരെ പറയാതെ പോകാൻ വയ്യ. സുജിത്തേട്ടൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, ഒപ്പം ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തിരക്കഥ ആദ്യം വായിക്കുകയും ഇത് നമുക്ക് ചെയ്യാമെന്ന് എന്നോട് പറയുകയും ചെയ്ത ആൾ സുജിത്തേട്ടനാണ്. രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് 1.5 കോടി രൂപയുടെ ആദ്യ സിനിമയിൽ നിന്ന് 25 കോടിയിലധികം വരുന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താനായി എന്നുള്ളതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ത്യൻ സിനിമയിലെ 2 ലെജൻസ് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൂപ്പർ ഗുഡ് ഫിലിംസ് RB ചൗധരി സാർ ഇവിടെ എത്തിയിട്ടില്ല. മറ്റൊരാൾ റാഫിക്കയാണ്. 18ാമത്തെ സിനിമയാണ്. ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആളാണ്. ഒരുപാട് പണം കയ്യിലിരുന്നിട്ട് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിരക്കഥ വായിക്കുകയും അതിൽ അഭിപ്രായം പറയാനാകുകയും ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളത് വലിയ ഭാഗ്യം. മറ്റൊന്ന് അതേപോലെ തന്നെ അങ്ങനെ ഒന്ന് എഴുതിയെടുക്കാനാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. നന്നായി കഥയും തിരക്കഥയും എഴുതുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ താങ്ക് യു റാഫിക്ക ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. 7-ാം തീയതി തങ്കമണി തിയേറ്ററിൽ വരികയാണ്. എല്ലാവരും കുടുംബമായി വന്ന് കാണണം. ജോൺ വിജയ് സാർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബന്ധങ്ങളുടെ ആഴമളക്കുന്ന ഒരു സിനിമയായിരിക്കും തങ്കമണി. നമുക്ക് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളുടെ എല്ലാം ആഴമളക്കുന്ന സിനിമ. നമ്മുടെ സൗഹൃദത്തിലുള്ള ആഴം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ആഴം, നമ്മുടെ പ്രണയത്തിലുള്ള ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുള്ള ആഴം അളക്കുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. ഒരുപാട് പേർ ഇനിയും സംസാരിക്കാനുണ്ട്. ദിലീപേട്ടന് വേണ്ടിയാണ് ഈ ക്രൗഡ് വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. വൺസ് അഗൈൻ 7-ാം തീയതി വരിക, കുടുംബമായി വരിക, കാണുക. നമ്മുടെ ഈ ഷൂട്ട് സമയത്ത് നമ്മുടെ സ്വന്തം ഒരു തുടക്കക്കാരൻ എന്നുള്ള ഒരു അതുപോലും അല്ലാതെ അത്രയും ചേർത്ത് പിടിച്ച് നമ്മളെ അത്രയും കൂടെ നിർത്തി അഭിനയിക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് കൂടെ നിന്ന് പറഞ്ഞു തന്ന 2 പേരാണ്. ഒന്ന് ഡയറക്ടർ രതീഷ് രഘുനന്ദൻ, കൂടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ. അത് നമുക്ക് ഒരിക്കലും
ഈ സിനിമയിൽ എന്തെങ്കിലും മീൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമ കണ്ട് ആഗ്രഹിച്ച് വളർന്ന ആ സമയം മുതൽ കേട്ട് കണ്ട് വളർന്ന് വരുന്ന ആണ് നമ്മുടെ ദിലീപേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാൽ തീരില്ല. അത്രയും രസകരമായിട്ട്, അത്രയും സീരിയസ് ആയിട്ടും അത്രയും രസകരമായിട്ടും പോകുന്നൊരു സിനിമയിൽ നമ്മൾ ഈ അരുണ്, നമ്മുടെ അസീസിക്ക വന്നിട്ടില്ല, നെടുമങ്ങാട് അസീസിക്കയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ പറഞ്ഞാലും മതിയാവില്ല. കാര്യം നമ്മളൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്ന നമ്മൾ ഈ പറക്കന്തളിയിലേക്ക് തമാശകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ അതിൻ്റെ 10 ഇരട്ടി വലിയ തമാശകളൊക്കെ നമ്മൾ കൂടെ ഇരുന്ന് ആസ്വദിച്ച് അങ്ങനെ കൊണ്ടുപോയ ഒരു ഷൂട്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും അബദ്ധം പറ്റുമെന്ന് ക്ഷമിക്കണം. പ്രത്യേകിച്ച് ഈ തങ്കമണി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പെട്ടെന്ന് വന്ന ഒരാളാണ് ഞാൻ. സുമിത് ബ്രോ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പം ആദ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ദിലീപേട്ടൻ സിനിമയിൽ അഭിനയിക്കുക, കാരണം വളരെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഷോക്കിലാണ് വന്നത്. പിന്നെ ദിലീപേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ക്യാരക്ടറാണെന്നോട് പറഞ്ഞപ്പം എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. ഇത്ര സീനിയറായിട്ടുള്ള ഒരു ആക്ടർ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന. അപ്പം അവിടെ വന്നതിന് ശേഷം ഞാൻ ഇത്രയും സീനിയറായിട്ടുള്ള ആക്ടർ ഒരു സുഹൃത്തിൻ്റെ റോൾ ചെയ്യുമ്പോൾ ഇത്ര സൗഹൃദത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദിലീപേട്ടനെ അത്രയ്ക്ക് സുഹൃത്തെന്ന നിലയിൽ തന്നെ നമ്മളുടെ ക്യാരക്ടറിനെ പോലെ തന്നെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തി അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തരിക. അത് വളരെ വളരെയധികം ഞാൻ സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത്. വളരെ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അവിടെ. അതുപോലെ രതീഷേട്ടൻ ഭയങ്കര കൂളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. രതീഷേട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. ഭയങ്കര റിലാക്സ് ചെയ്ത് ഷോട്ട് എടുത്തതിന് ശേഷം തെറ്റുണ്ടായാലും വന്നിട്ട് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യിച്ചിട്ട് അടുത്ത ഷോട്ട് എടുക്കത്തുള്ളൂ. അപ്പം കൂടുതൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്.